ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ UPI 123 പേ എന്ന പേയ്മെൻറ്റ് സംവിധാനത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്താണ് UPI 123 പേ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് ഉപകാരപ്പെടുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏകദേശം 40 കോടിയിലധികം ആളുകൾ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഫീച്ചർ ഫോൺ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഫോണുകളാണ് ഒട്ടുമിക്ക ആളുകളും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫോണുകളായിരിക്കും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഇത്തരം ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്കാൻ ആൻഡ് പേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ കടകളിൽ കാണുന്ന QR കോഡൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടുള്ള പേയ്മെൻ്റ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഡിജിറ്റലായിട്ട് ഇവർ ചെയ്യുന്ന ഇടപാടുകൾ വളരെ ലെസ്സാണ്. ഇവർ മണി ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫോൺ ഉപയോഗിച്ചിട്ടുള്ള മണി ട്രാൻസാക്ഷൻ വളരെ നല്ല രീതിയിലൊന്നും ഇവർ ചെയ്യില്ല. കാരണം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കാരണം കൊണ്ട് ഇവർക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് RBIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള UPI പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു പ്രധാന മാറ്റമാണ് ഈ ഒരു UPI 123 പേ എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കും UPI പ്ലാറ്റ്ഫോമിലൂടെ പണം അയക്കാനും അതുപോലെ തന്നെ പേയ്മെൻറ്റുകൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഈ ഒരു UPI 123 പേ എന്ന പ്ലാറ്റ്ഫോമിൽ വരുന്നത് 4 രീതിയിൽ ഇനി മുതൽ ഇത്തരത്തിലുള്ള ഫീച്ചർ ഫോണുകൾ ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 4 സംവിധാനം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു കടയിൽ ചെന്നിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മെർച്ചൻറ്റിൻ്റെ നമ്പറിലേക്ക് മിസ് കോൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഓപ്ഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രോക്സിമിറ്റി ബീപ്പ് സൗണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഫീച്ചർ ഫോണുകളിൽ ഇൻബിൽട്ട് ആയിട്ട് ഇത്തരം പേയ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് ആപ്പ് വരുന്നുണ്ട്. അതിലൂടെയും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നാലാമതായിട്ട് IVR സംവിധാനത്തിലൂടെയും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് IVR വഴി എങ്ങനെയാണ് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫോൺ നമ്പറിലേക്ക് കോൾ ചെയ്യണം. കോൾ ചെയ്തതിന് ശേഷം നമ്മൾ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വഴി മാത്രമേ ഇത്തരത്തിലുള്ള 123 പേ പ്ലാറ്റ്ഫോം വഴിയും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, UPI ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ആപ്പോ ഏത് തന്നെ ആയാലും ആ ഒരു മൊബൈൽ ഫോണിൽ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് സിം ഉണ്ടെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫീച്ചർ ഫോൺ വഴിയും നിങ്ങൾ ഇടപാട് ചെയ്യുന്ന പ്രക്രിയ. സിം ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ആയെങ്കിൽ മാത്രമേ ഇതും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇത് ചെയ്യുന്നതിനായിട്ട് ATM നിർബന്ധമാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. നിലവിൽ നിങ്ങൾ ഓൾറെഡി UPIയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഫീച്ചർ ഫോണിലല്ല, ഞാനിപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലാണ്. കാരണം ഈ ഒരു IVR സംവിധാനം വഴി നമുക്ക് സ്മാർട്ട് ഫോണിലൂടെയും ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പറിലേക്കാണ് ആദ്യം ഡയൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 080. ഓക്കെ, നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. Now you can transfer money to anybody, recharge your mobile or check your account balance in this call in a simple manner. Press 1 to transfer money. Press 2 to check your account balance. Press 3 to do a mobile recharge. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇടപാടുകളൊക്കെ ചെയ്യുന്നതിനായിട്ടുള്ള ഓരോ നമ്പറുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒന്നാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ 1 വീണ്ടും പ്രസ് ചെയ്യാണ്. To start using the service, you need to set up your account and register for UPI. To confirm and set up your account, press 1. To go back, press star. Please speak your bank name you want to use for the service after the beep. Axis Bank. You want to set up Axis Bank Limited account ending with 29. അപ്പോൾ നമ്മൾ ബാങ്കിന്റെ പേര് അവരുടെ ഒരു ബീപ്പ് ശബ്ദത്തിന് ശേഷം പറയണം. കൺഫേം ചെയ്യുന്നതിനായിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പറും അതുപോലെ അക്കൗണ്ട് ഹോൾഡറുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ UPI അക്കൗണ്ട് ഓൾറെഡി നിലവിലുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പിന്നെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ റീസെറ്റ് ചെയ്യണമെങ്കിൽ 2 പ്രസ് ചെയ്താൽ മതി. For send money using account number
press 2. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടും അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ടൊക്കെ പണം ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. Please enter the 10-digit mobile number of അപ്പോൾ ഇനി ഏത് നമ്പറിലേക്കാണോ പണം അയക്കേണ്ടത് ആ ഒരു മൊബൈൽ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു നമ്പർ ഞാൻ എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പണം അയക്കേണ്ട മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ മൊബൈൽ നമ്പറിലേക്കാണ് പണം അയക്കുന്നത്. അപ്പോൾ ആരുടെ മൊബൈൽ നമ്പറിലേക്കാണോ പണം അയക്കേണ്ടത് അവരുടെ മൊബൈൽ നമ്പർ നമ്മളിവിടെ തെറ്റിക്കാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 10 മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ പണം അയക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നമ്മളിപ്പോൾ പണം നമുക്ക് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. സോ നോക്കാം. Enter the amount you want to transfer. ഇനി നമ്മൾ എത്ര എമൗണ്ട് ആണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 രൂപയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. You are transferring 1 rupees to Ajmal KP. Please enter the 6-digit UPI pin of your. അപ്പോൾ ഇനി നമ്മൾ നൽകേണ്ടത് നമ്മുടെ 6 അക്ക UPI പിന്നാണ്. 2-9. ചില ആളുകൾക്ക് UPI പിൻ 4 അക്ക ആയിരിക്കും. അപ്പോൾ UPI പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ UPI പിൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. Great. Your transaction is successful. An SMS with transaction details is sent to your mobile ഇപ്പോൾ നമുക്ക് number. SMS വന്നിട്ടുണ്ട്. അൾട്രാ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു Press 2 to disconnect. Press star to go to main menu. ഓക്കെ. അപ്പോൾ നമ്മുടെ Thank you for calling Ultra Cash Beam Voice. ഓക്കെ, അപ്പോൾ നമ്മുടെ മണി ട്രാൻസ്ഫറിങ് വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു IVR സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ സ്മാർട്ട് ഫോണിലാണ് ചെയ്തിട്ടുള്ളത്. ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഫീച്ചർ ഫോണുകളിൽ ചെയ്താലും വളരെ എളുപ്പമാണ്. പിന്നെ ഇത്തരത്തിലുള്ള ബേസിക് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് *99# വെച്ചുകൊണ്ട് മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. UPI 123 പേയുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന കിടിലൻ ഓഫറുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.